മൊത്തത്തിൽ 50. ഒരു ഡമ്പൽ തന്നെ 50 kg ഉണ്ട്. വേടൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, വേടൻ ഒരു ഇത് പറഞ്ഞല്ലോ, മക്കളെ നിങ്ങൾ അത് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഈ അരുണിന് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം. 50 kg എഴുതിയേക്കുന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് 50 LBSന്റെ ഡമ്പലാണ്. 2 മടങ്ങി കൂടുതൽ വെയിറ്റാണ് 50 kgക്കുള്ളത്. മനസ്സിലായി? പിന്നെന്ന് വെച്ചാൽ ചെസ്റ്റ് സൈഡ്, എൻ്റെയും യാസറയും ചെസ്റ്റ് നിങ്ങൾ അവരെ രണ്ടുപേരെയും ഇൻറ്റേർണലായിട്ടുള്ള ഇത് നമ്മളെ ബ്രീത്തിങ്ങിൻ്റെ ഇതും ആ രീതിയൊക്കെ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യാസർ ദ മാസ്റ്ററെ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഡമ്പൽ എടുത്ത് പൊക്കി കാണിച്ചിട്ട് ഇതൊരു 50 kgയുടെ ഡമ്പലാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് അരിശം പൂണ്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ളൊരു വീഡിയോ പാർട്ട് 1 ആയിട്ടും അതുപോലെ പാർട്ട് 2 ആയിട്ട് ഇട്ടിരുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ലാസ്റ്റ് രണ്ടാമത്തെ പാർട്ടിനകത്ത് ഡമ്പൽ എടുത്തുകൊണ്ട് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് 50 kgയുടെ ഡമ്പലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിന് നാച്ചുറൽ സ്ക്വാഡ് ചെയ്തൊരു ചലഞ്ച് വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ യാസർ ദ മാസ്റ്റർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 30 kg. അതിനകത്ത് ചലഞ്ച് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 kg ഒരു യൂട്യൂബർ വന്ന് നാച്ചുറൽ സ്ക്വാഡിനോട് ചോദിക്കുന്നുണ്ട് 30 kgയുടെ വെയിറ്റിനകത്ത് ആ ജിമ്മിൽ എത്ര ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതാണോ ആ വെയിറ്റ് ഇട്ട് ഡമ്പൽ കേള് ബൈസെപ്സ് കേള് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആരാണത് ചെയ്യുന്നുണ്ട്. 30 kg ഡമ്പൽ എടുത്തിട്ട് 30 kg എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ 30 kg അല്ല, വൺ സൈഡ്. ആ വീഡിയോയ്ക്കകത്ത് ഡമ്പലിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 30 kg എന്ന്. 30 kg ഡമ്പലിനകത്ത് ബൈസെപ്സ് കേള് അരുൺ അടിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ചലഞ്ച് വീഡിയോ, അല്ലാതെ അത് കറക്റ്റ് ഫോമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിന് വേണ്ടിയിട്ടോ ഉള്ളൊരു വീഡിയോ അല്ല. ചെയ്യാൻ പറ്റുമെന്നൊരു ശ്രമം മാത്രമാണ് അതിനകത്ത് നടത്തുന്നത്. അത് വീഡിയോക്കകത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ എത്ര 30 kg അല്ലെങ്കിൽ മാക്സിമം എത്ര kg വെയിറ്റ് വരെ ഇട്ട് അടിക്കാൻ പറ്റുമെന്ന് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അരുണിൻ്റെ എഫോർട്ട് എടുത്തിട്ട് അത് മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് ആ വീഡിയോ. അതിനെ എടുത്തിട്ട് യാസർ ദ മാസ്റ്റർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഈ ഡമ്പൽ ഈ യാസർ ദ മാസ്റ്റർ 50 kg എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഡമ്പൽ എടുത്ത് അന്നൊരു 10 റെപ്പ് അടിക്കുന്നുണ്ട്. യാസർ ദ മാസ്റ്റർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് സൽമാൻ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഡമ്പൽ 50 kg ഇല്ല, അത് 25 kg അല്ലെങ്കിൽ 50 kg കുറവുള്ളൊരു ഡമ്പലാണ് അതെടുത്ത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ വീഡിയോയ്ക്ക് ആ ഡമ്പൽ അത്ര വ്യക്തമല്ലായിരുന്നു. എന്നുവെച്ചാൽ ആ വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കാണത്തില്ലായിരുന്നു ആ ഡമ്പൽ എത്ര kgയുടെ ആണെന്ന്. എന്തായാലും അത് 50 kg അല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് ഒരു റിയാക്ട് വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അത് 50 kg അല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അരുണും സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ നാച്ചുറൽ സ്ക്വാഡും ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം അതിനായിട്ട് തെളിവായിട്ട് യാസർ ദ മാസ്റ്റർ 50 എന്ന് എഴുതിയിട്ടുള്ള ഒരു ഡമ്പൽ എടുത്തുകൊണ്ട് വന്നിട്ട് ബൈസെപ്സ് കീൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. യാസറിനോട് എനിക്ക് പറയുന്നത്, യാസർ നീ വീണ്ടും മണ്ടനാണെന്ന് അല്ലെങ്കിൽ വിവരക്കേട് കാണിക്കുമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 50 kg എന്ന് എഴുതിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് 50 LBSന്റെ ഡമ്പലാണ്. LBSും 50 kgയും തമ്മിൽ ഉള്ള വ്യത്യാസം യാസറെ നിനക്കറിയോ? എന്തൊരു മണ്ടത്തരമാണ് വീണ്ടും കാണിക്കുന്നതെന്ന്. അത് ആ ഒരു ഇതിലങ്ങ് വിട്ടായിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ, പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും നാറുവാണ്. ഇപ്പൊ വീണ്ടും ആ ഡമ്പൽ എടുത്ത് മുക്കി കാണിച്ചുകൊണ്ട് വന്നിട്ട് അത് എത്ര വെയിറ്റിൻ്റെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് 5, ഒരു പ്ലേറ്റ് 10, ഒരു പ്ലേറ്റ് 10. സാമാന്യം ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിച്ചൂടെ അത് 50 kgയുടെ ഡമ്പലാണോ അല്ലയോ എന്ന്. ഏത് കൊച്ചു പയ്യന് വരെ അറിയാം. ആ ഡമ്പൽ കാണുമ്പോൾ അറിയാം അത് 50 kg ഡമ്പൽ അല്ലെന്ന് ഏത് പയ്യന് വരെ അറിയാം. അത് 50 LBSന്റെ പൗണ്ടാണ്. അത് kg അല്ല, പൗണ്ടാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പൗണ്ടും kgയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. അപ്പം അതിട്ടാണ് വീഡിയോയിൽ കാണിച്ച്. എന്നിട്ട് പോലും ഒരു 5 റെപ്പ് പോലും അതിനകത്ത് അടിക്കുന്നില്ല. 5 റെപ്പ് പോലും അടിക്കുന്നില്ല. 5 റെപ്പ് ആകുമ്പോഴത്തേക്ക് വീഡിയോ വീണ്ടും കട്ട് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോഴത്തേക്ക് ടയർഡായിട്ടുണ്ട്. കാരണം അത്രയും വെയിറ്റ് പോലും എടുത്തിട്ട് യാസർ ദ മാസ്റ്ററിന് അടിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്റ്റിറോയിഡ് എൻഹാൻസ്ഡ് ബോഡിക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പം ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാനും നാച്ചുറലായിട്ടല്ല ഞാൻ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ സത്യമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഞാനൊരു നാച്ചുറലായിട്ടല്ല ബോഡി ബിൽഡിങ് ഇതിലോട്ട് ഇറങ്ങിയത്. ഞാനും എൻഹാൻസ്ഡ് ആയിട്ടാണ് ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം
നമ്മളിനി എത്ര വെയിറ്റ് എടുക്കുവാണെങ്കിലും നമുക്ക് പുഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നാച്ചുറലായിട്ടൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും ഈ പറയുന്ന ട്രക്സും സപ്ലിമെൻറ്റ്സും എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചും അവർ രണ്ടുപേരെ നിർത്തിയിട്ട് ബൈസെപ്പ് സ്കെയിൽ ചെയ്യാൻ, ഒരു 10 kg ബൈസെപ്പ് സ്കെയിൽ ചെയ്യാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആ രണ്ടുപേരെയും എക്സ്പ്രഷൻസ്, അതുപോലെ അവരെ രണ്ടുപേരെയും ഇന്റേണൽ ആയിട്ടുള്ള ഇത് നമ്മളെ ബ്രീത്തിങ്ങിൻ്റെ ഇതും ആ രീതിയൊക്കെ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവാൻ പറ്റും. ഉറപ്പായിട്ട് നമ്മൾ ഒരു ആഴ്ച നമ്മൾ ചെയ്യുമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് വന്നു പോവുക. നമ്മൾ പുഷ് ചെയ്യുവാണ്, നമ്മളെ വെയിറ്റ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള പവർ നമ്മൾ ഇത് ട്രക്സും ഇതെല്ലാം കൊടുത്തിട്ടുള്ള പവർ നമ്മൾ പുഷ് ചെയ്യുവാണ്. അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മളെ ബ്രീത്തിങ്ങിലായാലും അല്ലാതെ ആയാലും കേട്ടോ. അപ്പം യാസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, അത് മനസ്സിലാവും. ഓക്കെ. അപ്പം ഇവിടെ യാസർ, സത്യം പറഞ്ഞ യാസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യാസറിൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ വിവരക്കേടും പൊട്ടത്തരങ്ങളും വേണ്ടിയിട്ട് നാച്ചുറൽ സ്ക്വാഡിനെ, ഈ പറഞ്ഞ പോലെ നാച്ചുറൽ സ്ക്വാഡിൻ്റെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ട് റീച്ച് കൂട്ടുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം 1,30,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ആളെ ഇപ്പം നാച്ചുറൽ സ്ക്വാഡ് അരുണിനെ പിടിച്ചിട്ട് ഇതുപോലെ പൊട്ടത്തരങ്ങൾ എല്ലാം വിളിച്ച് പറഞ്ഞ് ചുമ്മാ റീച്ച് കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കുള്ള വീഡിയോയ്ക്കകത്തും. യാസറെ, നീ ഒരു ട്രെയിനറാണ്, മെഡലും കാര്യങ്ങളെല്ലാം നീ മേടിച്ചിട്ടുണ്ട്, ഇത് വീഡിയോസിന് മുമ്പേ ഒന്ന് കാണിക്കുന്നുണ്ട്, ഇതെൻ്റെ മെഡലാണ്, ഇത് ഞാൻ കോമ്പറ്റീഷൻ തുടങ്ങിയ ടൈമിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞ് വന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഏതോ ജിമ്മിലെ ട്രെയിനറാണെന്നും പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിനറായിട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒരു 50 kg ഡമ്പൽ എടുത്ത് വെച്ചിട്ട്, അല്ല ഒരു 50 kg 50 LBS 50 പൗണ്ട് ഡമ്പൽ എടുത്ത് വെച്ചിട്ട് 50 kg എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ബുദ്ധി. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഓരോ വസ്തുക്കൾ, ഓരോ എക്യുപ്മെൻസിൻ്റെ പേരുകളൊക്കെ ചോദിച്ചാലോ, അല്ലെങ്കിൽ ഡംബിൾസിൻ്റെ വെയിറ്റുകളൊക്കെ ചോദിച്ചാലോ എങ്ങനെയായിരിക്കും വർക്കൗട്ടിൻ്റെ ഫോമുകൾ, വർക്കൗട്ടിൻ്റെ ടെക്നിക്കുകൾ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും യാസർ നീ പറഞ്ഞു കൊടുക്കുന്നത്? ആ ഒരു വീഡിയോയിലൂടെ എനിക്കത് മനസ്സിലാക്കാനേ കണ്ടു. അപ്പം നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണമെങ്കിലും കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലൊരു ട്രെയിനറിൻ്റെ മുമ്പിൽ ചെന്ന് ചുമ്മാ അങ്ങോട്ട് പൈസ കൊടുത്താൽ മതി, ബാക്കി കാര്യം എല്ലാവരും നോക്കിക്കോളും. നല്ല ഒരു 3 മാസം കൊണ്ട് നല്ല അടിപൊളി ബോഡി അവർ, എൻഹാൻസ്ഡ് ബോഡി, നാച്ചുറൽ അല്ല എൻഹാൻസ്ഡ് ബോഡി സെറ്റാക്കി തരും. അപ്പം അതിന് വലിയ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ആ ബോഡിയും കൊണ്ട് സ്റ്റേജിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വിൻ ചെയ്തില്ലെങ്കിലും അവർ അതിനുള്ള ഇത് നമ്മളൊരു സ്നേഹ സമ്മാനം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ നമുക്ക് അതിൻ്റെ ഇത് തന്നിരിക്കും, ആ ട്രോഫി ആയാലും ആ സ്റ്റേജിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തെന്നുള്ള ഇതായിട്ട് അവർ ഒരു ട്രോഫി തന്നിരിക്കും. ഇപ്പോൾ വിൻ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് കമൻസുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കയ്യിൽ ട്രോഫി ഉണ്ട്, കയ്യിൽ മെഡലുണ്ട്, അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരോടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പം വടിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം. അങ്ങനെ 50 kg വിഷയത്തിലോട്ട് വരാം. അങ്ങനെ 50 kg 50 LBSൻ്റെ ഡമ്പൽ എടുത്ത് വെച്ചിട്ട് 50 kg എന്ന് പറഞ്ഞ് തെറ്റിരിപ്പിച്ച് ബൈസെപ്പ് സ്കെയിൽ അടിച്ചിട്ട് ഒരു 5 റെപ്പ് പോലും അതിനകത്ത് അടിക്കാൻ യാസർ മാസ്റ്ററിന് സാധിച്ചിട്ടില്ല. അതാണ് വേറൊരു കാര്യം. കാരണം എൻഹാൻസ്ഡ് ബോഡി ആയതുകൊണ്ടാണ്, അതെനിക്കറിയാം. കാരണം ഞാനും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ജിമ്മിൽ പോയി എനിക്കൊരു 10 kg ഡമ്പൽ എടുത്ത് വെച്ചിട്ട് ഒരു 10 റെപ്പ് 3 സെറ്റ് അടിക്കുമ്പോൾ ഞാനും ടയർഡാവും, എനിക്കും എൻഡോറൻസ് കിട്ടുന്നില്ല, സ്റ്റാമിന കിട്ടുന്നില്ല, ഓവറായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ വീണ്ടും എടുത്തു കഴിയുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്. അതാണ് ഈ നാച്ചുറലായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ട് വരുന്ന ബോഡിയും എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബോഡിയും തമ്മിലുള്ള പ്രത്യേകത. മുൻപേ ഞാൻ ഇട്ടിട്ടുള്ള എൻ്റെ വീഡിയോസുകളിൽ 1-2 വീഡിയോസിലൊക്കെ ഞാൻ അറിഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ അങ്ങനെ സംസാരിച്ച് പോയി. കാരണം പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചപ്പോഴാണ് കാരണം സത്യം എന്തെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നാച്ചുറൽ സ്ക്വാഡ് ഇപ്പം യാസർ ലാസ്റ്റ് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആര്യന് സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്, ആര്യന് സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം ഞാനും എൻ്റെ മുമ്പേ ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് അങ്ങനെ ഒരു പ്രസ്താവന ഞാനും നടത്തിയിരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ആ ഒരു ഇതിൽ നമ്മളൊരു പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവത്തിൽ അത് ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അന്ന് സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരാളാണ്, സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്നാൽ ഞാൻ പറയുന്നു അവൻ സ്റ്റിറോയിഡ് എടുക്കുന്ന
ആളല്ല. സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരു ബോഡിയല്ല അരുണിൻ്റെ ബോഡി. സ്റ്റിറോയിഡ് എടുക്കുന്ന ബോഡി എനിക്ക് കണ്ടാൽ അറിയാം. ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇതിൻ്റെ പുറത്ത് ആൾക്കാരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാനിപ്പോൾ അത് തിരുത്തി പറയുകയാണ്. അരുണിൻ്റെ ബോഡി സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ബോഡി അല്ല. അത് കണ്ടാൽ എനിക്കറിയാം. സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ബോഡി കണ്ടാൽ അറിയാം. ഇപ്പോൾ അരുണിൻ്റെ ഷോൾഡർ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. നേരെ മറിച്ച് എൻ്റെ ഷോൾഡർ ഭാഗം യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇട്ടേക്കുന്ന ഫോട്ടോസും ഞാൻ ഇട്ടേക്കുന്ന വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കൈ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ കൈയുടെ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുള്ള ആളാണോ അല്ലയോ എന്ന്. കൈയുടെ സൈസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ട്രൈസെപ്സിൻ്റെ സൈസ് വെച്ചിട്ട്, ട്രൈസെപ്സിൻ്റെ ഷേപ്പ് വെച്ചിട്ട്, ബൈസെപ്സ് വെച്ചിട്ട്. യാസർദ മാസ്റ്ററെ നിങ്ങൾ നോക്കിയാൽ മതി. യാസർദ മാസ്റ്ററിൻ്റെ ബോഡിയിലെ ഇപ്പം ഈ ആം സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഷോൾഡർ സൈഡും ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ ചെസ്റ്റ് സൈഡും. എൻ്റെയും യാസറയും ചെസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ മറിച്ച് അരുണിൻ്റെ ചെസ്റ്റ് ശ്രദ്ധിച്ചോ. സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഹ്യൂജ് ആയിട്ടുള്ള ചെസ്റ്റും അതുപോലെ ഷോൾഡറും ട്രാപ്സ് ഭാഗം ഉണ്ടല്ലോ, ട്രാപ്സും പിന്നെ കൈയുടെ ട്രൈസിൻ്റെ ഭാഗവും നല്ല ഹ്യൂജ് ആയിരിക്കും. അത് നമ്മൾ ആ സമയത്ത് എടുക്കുന്ന സ്റ്റിറോയിഡിൻ്റെ ഇത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റാണ് ആ സമയത്ത് സ്റ്റിറോയിഡ് എടുത്ത്. കാരണം ഈ സാധനം നമ്മൾ കയ്യിലാണ് കുത്തുന്നത്, ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലാണ് കുത്തുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പാർട്സ് സൈസാക്കുന്ന സമയത്ത് എടുക്കുന്നത് ഓരോ പാർട്സിനകത്തും. ഇന്നിപ്പോൾ നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ബൈസെപ്സിലോട്ട് അടിക്കുക, പോയി വർക്കൗട്ട് ചെയ്യുക. നാളെ ട്രൈസെപ്സ് ആണെങ്കിൽ ആ ട്രൈസെപ്സിൻ്റെ മസിലോട്ട്, ട്രൈസെപ്സ് ഇങ്ങനെ പിടിക്കുക, ട്രൈസെപ്സിൻ്റെ മസിലോട്ട് കുത്തുക, നാളെ പോയി വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ബോഡി കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. ഞാൻ അന്ന് പിന്നെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അരുണ് സ്റ്റിറോയിഡ് എടുക്കുന്ന ബോഡി അല്ല അരുണിൻ്റെത്. നാച്ചുറലായിട്ട് കഷ്ടപ്പെട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബോഡിയാണെന്ന് എനിക്കറിയാം, നല്ലപോലെ അറിയാം കേട്ടോ. ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അരുണിനെ. ഞാൻ ഈ പറയുന്ന പോലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ഈ സ്റ്റിറോയിഡും സപ്ലിമെൻറ്റ്സും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മേഖലയാണ്, ഭയങ്കര ബിസിനസ്സാണ്. സ്റ്റിറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ഒരു പയ്യൻ ഒരാളെടുത്ത് എനിക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് പൈസ ചിലവുണ്ട്. പൈസ ചിലവെന്ന് പറഞ്ഞാൽ ആ പൈസ അവിടെ സപ്ലിമെൻറ്റ്സിനായിക്കോട്ടെ, സ്റ്റിറോയിഡ്സിനായിക്കോട്ടെ, അത് ചെയ്യുന്ന ട്രെയിനർക്കായിക്കോട്ടെ, അവിടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പം ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അവരെ ബിസിനസ്സാണ് അവിടെ നശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അരുണിന് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം. ബോഡി ബിൽഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ അരുണിനെതിരെ സംസാരിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അത് തന്നെയാണ്. കാരണം ഞാനൊരു നാച്ചുറൽ ബോഡി ബിൽഡർ അല്ല. എനിക്കത് അറിയാമെന്നുണ്ട്. ഞാൻ ഈ സ്റ്റിറോയിഡ്സും ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ മേഖലയിൽ നിന്ന് ആദ്യം ഞാൻ അരുണിനെ വിമർശിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വീഡിയോസിനൊക്കെ, ആദ്യത്തെ വീഡിയോസിനകത്തൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാനത് തിരുത്തി പറയുവാണ്. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തിരുന്നാൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു ബോഡി ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഓക്കെ, എന്നിരുന്നാൽ തന്നെ അരുൺ അത് എടുക്കണമെന്നിരിക്കട്ടെ, ഇനി സപ്ലിമെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നിരിക്കട്ടെ, എന്നാലും അവൻ്റെ ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ വന്നിട്ട് അത് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. കാരണം അത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽത്തിന് നല്ലതല്ലെന്ന് പറഞ്ഞ് അവരെ അവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വേടൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, ഒരു ഇത് പറഞ്ഞല്ലോ, മക്കളെ നിങ്ങൾ അത് ഉപയോഗിക്കരുത്, MDMA പോലുള്ള മാരക വസ്തുക്കൾ, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് വേടൻ അത് കഴിഞ്ഞിട്ടാണ് വേടനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ അവിടെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത കാര്യം എന്താണ്? ആ വേടൻ അവിടെ വന്നിട്ട് പറയുവാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചോ, ഒരു കുഴപ്പമില്ലെന്ന് പറയുവാണെങ്കിൽ ജനങ്ങൾ വേടനെ സപ്പോർട്ട് ചെയ്യോ? ഇല്ല. അയാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ അതിലോട്ട് വലിച്ചിടാൻ ശ്രമിക്കുന്നില്ല, എങ്കിൽ ആഗ്രഹിക്കുന്നില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പം നാച്ചുറൽസ് കാർഡ് ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പം മറ്റുള്ളവരെ ഇതിലോട്ട് വലിച്ചിടാൻ തയ്യാറാവുന്നില്ല. കാരണം എല്ലാവരെയും ഹെൽത്ത് സംരക്ഷിക്കുന്ന നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അതിനെ പറ്റിയിട്ട് സ്റ്റിറോയിഡ്സിനെ പറ്റിയിട്ടായാലും സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ടായാലും, സപ്ലിമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ കേടൊന്നല്ല, എല്ലാ സപ്ലിമെൻറ്റ്സും കേടൊന്നല്ല. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും പറ്റത്തില്ല. അപ്പം ഇതിനെയൊക്കെ എതിരായിട്ട്, സ്റ്റിറോയിഡ്സിനൊക്കെ എതിരായിട്ട് സംസാരിക്കും ഒരുപാട് പേര് വന്നിട്ട് സ്റ്റിറോയിഡ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അവിടെ നേരെ തിരിച്ച് അരുണ് വന്നിട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതെനിക്ക് അറിയാം, ശരിയേത് തെറ്റേതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഈ 50 kg ഡമ്പലാണ് ഇപ്പം ആ വിഷയം. ഡമ്പലാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 50 kg ഡമ്പൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 50 lbs ഡമ്പൽ എടുത്തിട്ടാണ്
ഇപ്പം യാസർദ മാസ്റ്റർ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു 2 ഡമ്പലും കൂടെ ഇപ്പം ഒരു 5 കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു സെറ്റ് ആവുന്നത്, ഒരു സെറ്റ്. അപ്പം 10 kg ആണ്. ഇപ്പം യാസർദ മാസ്റ്റർ ആ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണുന്നുണ്ട്. ഒരു സൈഡ് 25, ഒരു സൈഡ് 25, ഓക്കെ, മൊത്തത്തിൽ 50. ഒരു ഡമ്പൽ തന്നെ 50 kg ഉണ്ട്. അപ്പം അടുത്ത ഡമ്പൽ എത്രയാണ്? അടുത്ത ഡമ്പലും ഒരു ഡമ്പലാണ്, ഒരു സൈഡിലുള്ള ഡമ്പലാണ് 50 kg പറയുന്നത്. അപ്പോൾ അടുത്ത സൈഡും 50 kg ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഒരു സെറ്റ് ഡമ്പൽ എത്ര kg ഉണ്ടെന്ന് നോക്കി. അപ്പം അവിടെ യാസർദ മാസ്റ്റർ 100 kg കേളാണ് ചെയ്യുന്നത്. 100 kg കേളെന്ന് വേണേൽ പറയാം. അപ്പം അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് ചിരിയാവുന്നത്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ലെജൻഡേഴ്സിൻ്റെ വീഡിയോ, ലെജൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പം കെവിൻ ലെവറോണി, അങ്ങനെ ഒരുപാട് പേരുണ്ട് ബോഡി ബിൽഡിംഗ് ലെജൻഡായിട്ട് നിന്നിട്ടുള്ള പഴയ ആൾക്കാർ. അവർ 50 kg ഡമ്പൽ വർക്കൗട്ടിൻ്റെ ഒക്കെ ഒരു വീഡിയോ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡമ്പലും അവർ ചെയ്യുന്ന വർക്കൗട്ടും അവർ എത്രമാത്രം ഇതായിട്ടാണ് സ്ട്രെയിൻ ചെയ്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 50 kg ഡമ്പൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. 50 kg അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട. ഇപ്പം ഈ സ്റ്റീലിൻ്റെ ഡമ്പൽ പറഞ്ഞല്ലോ, ഞാനും ഒരുപാട് സ്റ്റീലിൻ്റെ ഡമ്പലിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഡമ്പൽ എന്താണെന്നും അല്ലെങ്കിൽ റബ്ബർ ഡമ്പൽ എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം. സ്റ്റീലിൻ്റെ ഡമ്പൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പിൽ പിടിക്കാൻ സാധിക്കും, നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷേ റബ്ബറിലെ ഡമ്പൽ നിങ്ങളൊന്ന് എടുത്തൊരു 25 kg അല്ലെങ്കിൽ ഒരു 20 kg എടുത്തിട്ട് ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കും. നല്ല ഹാർഡാണ്. റബ്ബർ ഡമ്പലിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ നല്ല ഹാർഡാണ്. പ്രത്യേകിച്ച് ബൈസെപ്സ് കേള്, ഷോൾഡർ പ്രസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഹാർഡാണ്. അതിനകത്ത് ചെയ്യാൻ ഇച്ചിരി കടുപ്പം തന്നെയാണ്. പക്ഷേ അതിന് നല്ല സൈസായിരിക്കും, ഇപ്പം നല്ല ലെന്ത് കൂടുതലായിരിക്കും. അപ്പം അതൊക്കെ പലതും പല ഇതിലായിരിക്കും, പല വലിപ്പമല്ല പല ലെന്തിലുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും, പിടിക്കാനും കംഫർട്ടായിരിക്കും, അതുപോലെ നല്ല ഗ്രിപ്പും ആയിരിക്കും. സ്റ്റീലായിട്ടുള്ള പഴയ സ്റ്റീലിൻ്റെ ഡമ്പലൊക്കെ കേട്ടോ. അപ്പം പ്ലേറ്റിൻ്റെ ഡമ്പൽ, അപ്പോൾ ഞാൻ അതിനകത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. പക്ഷേ ഇവിടെ 50 LBSൻ്റെ ഡമ്പൽ എടുത്തിട്ട് 50 kg എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എല്ലാവരെയും പൊട്ടരാകുവാണ് യാസർദ മാസ്റ്റർ ഇപ്പം ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ അത് 50 kg, ഒരു സൈഡ് 50, ഒരു സൈഡ് 50, 100 kg കേളാണ് യാസർദ മാസ്റ്റർ ചെയ്തേക്കുന്നതെന്നാണ് പറയേണ്ടത്. അതല്ല അത് 50 kg എങ്ങനെ ആവും? 50 kg എങ്ങനെ ആവും? 50 kg കേളാണ് ചെയ്തിട്ടുള്ളതെന്നല്ലേ പറഞ്ഞത്. ഒരു സൈഡാണ് 50, അപ്പം മറ്റേ സൈഡിൽ 50 കാണുമല്ലോ. രണ്ടും കൂടെ ചേർത്തിട്ട് 100 kg അല്ലേ ആവേണ്ടത്. ഒരു 50 kg ഡമ്പൽ 110.23 പൗണ്ടിന് തുല്യമാണ്. അതുപോലെ ഒരു 50 LBS ഡമ്പൽ 22.68 കിലോഗ്രാം ഡമ്പലിന് തുല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 LBSനേക്കാൾ 2.2 മടങ്ങ് 2.2 മടങ്ങ് കൂടുതലാണ്. 2 മടങ്ങ് കൂടുതൽ വെയിറ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അത്രയും വെയിറ്റാണ് 50 kgക്കുള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പം യാസർദ മാസ്റ്റർ അവിടെ എടുത്ത് അടിച്ച 50 kg എന്ന് പറയുന്ന 50 kg എന്ന് പറയുന്ന 50 LBSന് 2.2 മടങ്ങി കൂടുതൽ വെയിറ്റാണ് 50 kgക്കുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. LBSനേക്കാളും kgക്കാണ് അവിടെ വെയിറ്റ് കൂടുതൽ. അപ്പോൾ യാസർ അടിച്ച LBS ഒന്നുമല്ല, 50 kgയുടെ 7 അയലത്ത് പോലും എത്തത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവിടെയും ആൾക്കാരെ, ഫോളോവേഴ്സിനെ പൊട്ടന്മാരാക്കി. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇനി ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ വീഡിയോ ഇടാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് അതിനകത്ത് ഞാനും കൂടെ ഒന്ന് ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ആ ഒരു വീഡിയോയിൽ ഡമ്പലെടുത്ത് അടിക്കുന്ന ഇത്രയും വെയിറ്റ് ഇല്ലെന്ന്, ചെറിയ ഡമ്പലാണെന്ന് ഞാൻ അതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം യാസർ ഇട്ടുകൊണ്ടാണ് ഞാനും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അല്ലേ ഞാൻ പറഞ്ഞതും അവിടെ പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്, കള്ളമാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കുക. അതുകൊണ്ട് മാത്രമാണ് അത് തിരുത്തേണ്ടത് എൻ്റെയും കൂടെ കടമയായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.